മഹാനായ അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിൽ ഒന്നും വെക്കാറില്ല, ഒന്നും തന്റെ കയ്യിൽ കരുതി വെക്കാറില്ല. കാരണം അല്ലാഹുവാണ് പറഞ്ഞത് കരുതി വെക്കരുതെന്ന്. അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു എന്ത് കിട്ടിയാലും പാപങ്ങൾക്ക് കൊടുക്കുകയാണ്, എന്ത് കിട്ടിയാലും തന്റെ ആവശ്യം കഴിഞ്ഞാൽ പാപങ്ങൾക്ക് കൊടുക്കുകയാണ്. വൈകുന്നേര സമയമാകുമ്പോ തന്റെ കയ്യങ്ങ് കാലിയാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്ക് സമ്പത്തിനോട് വല്ലാത്ത ആഗ്രഹമുണ്ട്, സമ്പാദ്യത്തിനോട് വല്ലാത്ത ആഗ്രഹം ചില പെണ്ണുങ്ങൾക്കുണ്ട്. പെങ്ങളെ, സമ്പാദ്യം നല്ലതല്ല, അത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന പരീക്ഷണ വസ്തുവാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് സ്വർഗം വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കാണിച്ചിട്ട് സഹാബി വനിതകളോട് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നു, പെണ്ണേ, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത്? നിനക്ക് സ്വർഗം കിട്ടാൻ എന്ത് സൽക്കർമ്മമാണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയുവോ? രാവിലെ എന്റെ ഭർത്താവ് വിറക് വെട്ടുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിറക് വെട്ടുകാരനാണ്. ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണ് പറയുമായിരുന്നു, ഇക്കാ വൈകുന്നേര സമയം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാമായ പൈസ കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, പറ്റിച്ച പണം കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, ലോട്ടറി എടുത്തതുമായി കടന്നു വരരുത്. അല്ലാഹുവേ, ഹറാമായ ഒന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ എന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂൾ തുറന്നിരിക്കുകയാണ്. ഏറ്റവും നല്ലതുപോലെ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് മക്കളെ കൊണ്ട് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ ഉമ്മയും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ നിസ്കരിക്കണമെന്നല്ല, മോനെ ഖുർആൻ ഓതണമെന്നല്ല. ആ മക്കളോട്, പിഞ്ചു മക്കളോട് വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കുകയാ, മോനെ നല്ലതുപോലെ പഠിക്കണമടാ, ഫസ്റ്റ് ക്ലാസ് വാങ്ങണമടാ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങേണ്ടത് നീയാണ്. എന്റെ പൊന്നുമോൻ നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ നല്ല പണം കിട്ടൂ, നല്ല പണമുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് 10 വയസ്സുള്ള പൊന്നുമോരാടാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കറിയുമോ, മലക്കുകൾ സ്നേഹിച്ചിരുന്ന അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ സ്വഹാബിയെ പോലെയാകണം ബാപ്പാ. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചു, എല്ലാവരെയും വിളിച്ചടുത്തിരുത്തി. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് ചോദിക്കുകയാ, വാപ്പാനെ വെറുപ്പാണോ? എന്റെ മക്കൾക്ക് വാപ്പാനോട് ദേഷ്യമാണോ? വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല മക്കള്. കാരണം അല്ലാഹുവാണ് ഒന്നും കരുതി വെക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കയ്യിൽ കിട്ടിയതല്ല പാവങ്ങൾക്ക് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? വാപ്പ ഇന്ന് മരിച്ചു പോയാൽ കഫൻ തുണി വാങ്ങാനുള്ള 1 രൂപ പോലും എന്റെ കയ്യിലില്ല മക്കളെ. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ പിഞ്ചു മക്കളോട് മരണസമയത്ത് ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ
മരിച്ചു പോയാൽ അതാ വാപ്പാനെ അവസാനമായിട്ട് പുതിയ തുണി വാങ്ങാൻ ഒരു രൂപ എന്റെ കയ്യിലുമില്ല, എടുക്കാൻ ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തുമില്ല. വാപ്പയുടെ അവസ്ഥ ഇതാണ്, വാപ്പയുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് വാപ്പ മരിച്ചു പോയാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണേ, എന്നിട്ട് കൊണ്ടുപോയി വഴിയിൽ വെക്കണം. എന്റെ ജനാസ കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ വെക്കണം. എന്നിട്ട് ഉംറ കഴിഞ്ഞു മടങ്ങി വരുന്ന ആരെയെങ്കിലും കണ്ടാൽ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ. കഴിഞ്ഞു വരുന്ന ആൾക്കാരെ കണ്ട എന്റെ കുഞ്ഞുമക്കള് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. തുണി വാങ്ങാൻ പൈസയില്ല, നല്ല ഒരു തുണിയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാന ഒന്ന് കപൊതിഞ്ഞിട്ട് കബറടക്കണേ എന്ന് പറയണേ മക്കളെ. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, അബൂദർ ഗഫാരി എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, തന്റെ പതിനാറ് മക്കളോട് ഉപദേശിച്ച വസിയത്താ അവിടുന്ന് മരണപ്പെട്ടു. വാപ്പ പറഞ്ഞതുപോലെ മക്കളെല്ലാവരും കൂടെ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, ആരെങ്കിലും വരുന്നോ തമ്പുരാന്, ഉംറ കഴിഞ്ഞ് ആരെങ്കിലും വരുന്നോ തമ്പുരാന്. തന്റെ പിതാവിന്റെ ജനാസയും വെച്ച് മക്കള് കാത്തിരിക്കുമ്പോ ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ, ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാ? മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അവരാണ് നേതാവ്. അവിടുന്ന് കടന്നു വരുമ്പോ മക്കള് പറയുന്നു, തങ്ങളെ ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ. കഫൻ തുണിയില്ല തങ്ങള്, വാങ്ങാൻ പൈസയില്ല തങ്ങള്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാര് ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ? സൽമാൻ തങ്ങൾ അത്ഭുതമായി, ആരാ പടച്ചവര്? കഫൻ തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഈ പാവപ്പെട്ട സ്വഹാബി ആരാണ്? മുഖത്ത് നിന്ന് തുണി മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂദറിൽ ഗഫാരി അതാ സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്നെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അവിടുന്ന് ജനാസ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു, അവിടുന്ന് മയ്യത്ത് നമസ്കരിച്ചു, അവിടുന്ന് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ മലക്കുകൾ സ്നേഹിക്കണോ? മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകണോ? സഹോദരാ, ഈ ദുനിയാവിനെ വലിച്ചെറി, ഈ ദുനിയാവിനോടുള്ള ആർത്തി വലിച്ചെറി. പണത്തിനോടുള്ള മോഹങ്ങളാ, അധികാരങ്ങളോടുള്ള മോഹങ്ങളാ. ഈ ദുനിയാവിനെ നീ അങ്ങ് വെറുക്ക്, ഈ ദുനിയാവിനെ നീ അങ്ങ് വെറുക്ക്. ആഖിറത്തിനെ സ്നേഹിച്ചാൽ മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പിഞ്ചുമക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് പറയാ, മോനെ, പാപ്പച്ചിയുടെ കയ്യിൽ ഒന്നുമില്ല, പ്രാവുകയോ ശപിക്കുകയോ എന്നെ ദേഷ്യം വെക്കോ ഒന്നും ചെയ്യരുത്. ഉപ്പ കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും തീർത്തതല്ല, ഉള്ളതൊക്കെ പാപങ്ങൾക്ക് കൊടുത്തു. വാപ്പ ഇന്നും മരിച്ച കഫൻ തുണി വാങ്ങാൻ ഒരു രൂപ ഇല്ലടാ മോനെ. ഒരു പിതാവ് പറഞ്ഞെടുക്ക, മരിച്ചുപോയ കഫൻ തുണി വാങ്ങാൻ ഒരു പൈസയുമില്ല, എടുക്കാൻ ഒരു പുതിയ വസ്ത്രവുമില്ല. അതുകൊണ്ട് വാപ്പ മരിച്ച മയ്യത്ത് കൊണ്ടുപോയി റോഡി വെക്കണം, വഴി വെക്കണം. നാട്ടുകാര് നടന്നു പോകുന്ന വഴിയിൽ ഉംറ കഴിഞ്ഞു വരുന്ന ആരെങ്കിലും കണ്ടാ പറയണം, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയ, കഫൻ തുണി ഇല്ല, ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് കബറടക്കാൻ പൊതിഞ്ഞിട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ജീവിച്ചത് കൊണ്ട് ആ സ്വഹാബിയെ മലക്കുകൾ സ്നേഹിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊണ്ട് ഈ ദുനിയാവ് ഒരുപാട് പേരെ പിഴപ്പിച്ചതാ, ഒരുപാട് പേരെ പറ്റിച്ചു കളഞ്ഞത് ഈ ദുനിയാവ. അതുകൊണ്ട് ഇതിനെ വെറുക്ക്, ആഖിറത്തിനെ സ്നേഹിക്ക്. മലക്കുകൾ സ്നേഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് നിർത്താറായോ?
നിർത്താറായോ? അപ്പൊ മലക്കുകളെ സ്നേഹിക്കണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? എന്തിനെ വെറുക്കണം? ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെടണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് എടുത്തേപ്പ. ദുനിയ പണത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, ആഖിറത്തിനെയാണോ? നോക്കട്ടെ. ഇപ്പൊ അറിയാം പണമാണോ വലുത്, ആഖിറമാണോ വലുത്, സ്വർഗമാണോ വലുത്? മലക്കുകൾ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതി ഞങ്ങളുടെ മുന്നിലേക്ക് വരും. ആ കാണുന്ന മദ്രസ ഉണ്ടോ, ആ പെണ്ണുങ്ങൾ ഇരിക്കണത്, ഇപ്പൊ അവിടെ പഠിക്കണത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നല്ലൊരു മദ്രസ പണിയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവെ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് ഈ ബക്കറ്റിന്റെ അകത്തിട്ട ആ തലയുടെ മുകളിൽ നിൽക്കണ മലക്ക് പറയും, ഇവൻ നല്ലവനാ അല്ലാ, പണക്കാരനൊന്നുമല്ല, എങ്കിലും നീ കൊടുത്തതിൽ നിന്ന് ഇവനും കൊടുത്ത റബ്ബേ, നീ ഇവന് വാരിക്കൂരി കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പോക്കറ്റിൽ വെച്ചിട്ട് നീ കൈകെട്ടിയിരുന്ന ജീവിതകാലം മുഴുവനും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറയാത്ത നാവ് കൊണ്ട് ആ മലക്ക് പറയും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ അല്ലാ നീ കൊടുക്കുന്നതും അങ്ങ് പിടിച്ചു വെക്കണേ, വെറുതെ ശാപം വാങ്ങി വെക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക, ഓസിനൊന്നും വേണ്ട. സദക്ക തുറദ്ദുൽ ബല, നേട്ടം നമുക്ക്. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു. ഉസ്താദേ, എന്റെ സമ്പാദ്യം മുഴുവനും തരാം, ഇതൊന്ന് മാറ്റി തരുവോ, മാറുവോ? കിഡ്നി അടിച്ചുപോയി. എന്റെ പ്രിയമുള്ളവരെ, മാറ്റിവെക്കണമെങ്കിൽ 20 മുതൽ 35 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. എവിടെ ഉണ്ട് നിന്റെ കയ്യിൽ? അതുകൊണ്ട് സംഘാടകർ മണ്ണിലേക്ക് വരുന്നു. നല്ല കാര്യത്തിന് വേണ്ടിയാണ്. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹുവേ, ഈ സദക്ക കൊടുത്ത ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബി അവിടുന്ന് ഒന്നാമതായി പറയുകയാണ്, ഈ ദുനിയാവിനെ സ്നേഹിക്കുക, ഈ ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ സ്നേഹിക്കുന്നവനുണ്ടല്ലോ, അവനെ മലക്കുകളും സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. മുത്തുനബി അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു സംഭവം പറയുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ആരാ തമ്പുരാന്, എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നതാരാണ് തമ്പുരാന്? അതാ മലക്കുകൾ പറയുന്നു, നബിയേ, സയ്യിദുനാ ബിലാൽ. അത് ബിലാലാണ് തങ്ങള്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത അത്ഭുതമായി. ബിലാലാണോ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് സ്വഹാബത്തിനോട് പറയുമ്പോ, അതാ ബിലാൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നു, ബിലാലേ, സ്വർഗത്തിൽ എന്റെ മുന്നിൽ ഞാൻ നിന്നെ കണ്ട് ബിലാലേ, എന്റെ മുന്നിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു ബിലാലേ, മലക്കുകൾക്ക് എല്ലാവർക്കും നിന്നെ പരിചയമാണ് ബിലാലേ, എന്ത് നല്ല കാര്യമാണ് നീ ചെയ്യുന്നത്? ബിലാൽ തങ്ങൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എനിക്കൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. എന്താണെന്നറിയുമോ? ബിലാൽ തങ്ങൾ എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കാറ്. എപ്പോഴും മുതുവോടുകൂടി നടക്കുന്ന മനുഷ്യനെ, ശുദ്ധിയോടുകൂടി നടക്കുന്ന മനുഷ്യനെ മലക്ക് സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു മുതുവെടുത്തിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ 24 മണിക്കൂറും മുതുവെടുത്ത് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിസ്കരിക്കുന്നതിന് വേണ്ടി മുതുവെടുക്കുമ്പോഴെങ്കിലും ഒന്ന് നേരെ എടുക്കണേ മനുഷ്യ. മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം എപ്പോഴും മുതുവോടുകൂടി നടക്കും.
ഞാൻ നിങ്ങളോട് നിങ്ങൾ എപ്പോഴും ഒന്നുകൊടുത്ത് നടക്കണമെന്ന് ഞാൻ പറയൂല. എടുക്കുന്ന സമയത്തെങ്കിലും നേരെ എടുത്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പാ നിങ്ങൾ നോക്കിയ നാളെ സുബഹിക്ക് നാളെ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ ആ ഹൗദിന്റെ കരയിൽ ഒന്ന് നിന്ന പല മോഡലിലുള്ള ഒതുവെടുപ്പ് കാണാം. ഏത് മതഹപാടെന്ന് ചോദിക്കരുത്, അങ്ങനത്തെ ഉളവെടുപ്പാ. ചെറുപ്പക്കാരൊക്കെ ഓടി ഇങ്ങോട്ട് വരും. ഓന് പിന്നെ കഴുകാനൊന്നും സമയമില്ല. കൈ മുട്ടുവരെ കഴുകണം, ഒരല്പം കൂടെ മുട്ടുൾപ്പെടെ കഴുകണം, ഒരല്പം കൂടെ കയറ്റി കഴുകണമെന്നാ. ഇങ്ങനെ വെള്ളം കോരിയിട്ട് കൈ മുട്ടുൾപ്പെടെ കഴുകണമെന്നാ. ചെറുപ്പക്കാർ പിന്നെ കഴുകാൻ സമയത്ത് ഓടി ഇങ്ങോട്ട് വരും. ഹൗദിന്റെ അകത്തേക്ക് 3 മുക്കല കൈയിട്ട് ഇങ്ങനെ 3 മുക്കലങ്ങ് മുക്കും. അവന് കഴുകാനൊന്നും സമയമില്ല. ഈ തലയൊക്കെ തടകണ്ട പെയിന്റ് അടിക്കണവന് ഇങ്ങനെ ഇങ്ങനെ. എന്തേടാ കൈ മുകളിലേക്ക് കയറൂല്ലേ നിനക്ക്? നീയിപ്പോ ഹൗദിന്റെ അകത്ത് ചാടാൻ പറ്റുമെങ്കിൽ തലയിടാൻ പറ്റുമെങ്കിൽ അതങ്ങനെ ഇട്ടേനെ. ഇതാവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിനക്ക് ഈ ഒളു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ചെറുപ്പക്കാരോട് ചോദിക്കണം. ഇന്നത്തെ ഒളുവെടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒളു എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാ ഇത് എടുക്കാൻ പറഞ്ഞു? നീ എന്തിനാ ഒളുവെടുക്കുന്നത്? ഒളുവെടുത്ത നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ ഒളു? എന്താ പണ്ട് 2 ചങ്ങാതിമാര് പള്ളി മഗ്‌രിബ് നിസ്കരിക്കാൻ പോവാം. രണ്ടുപേരും മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ഓടി ചെല്ലുമ്പോൾ ഉസ്താദ് അത്തഹിയ്യാത്തിലിരിക്കുക, അവസാനത്തെ അത്തഹിയ്യാത്തിൽ. അപ്പൊ ഒരുത്തൻ ഒളുവെടുക്കാൻ പോയി, ഒരുത്തൻ പള്ളിക്കകത്തും പോയി. നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഈ ഒളുവെടുക്കാൻ പോയവൻ ഈ പള്ളിക്കകത്ത് പോയവനോട് ചോദിച്ചു, അളിയ നിനക്ക് ജമാഅത്ത് കിട്ടിയോടാ? ഈ പള്ളിക്കകത്ത് പോയവൻ ചോദിച്ചു, മറ്റേവനോട് ചോദിച്ചോടാ നിനക്ക് ജമാഅത്ത് കിട്ടിയോ? അളിയ ഞാൻ ഒളുവൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ സലാം വീട്ടി, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഇവൻ പറയാ, ഞാൻ ഒളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ നിസ്കാരവും പോയാലും എന്ന് പറഞ്ഞാൽ ഇവ ഒളു പോലും എടുത്തില്ല. ഇവ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ അടുപ്പൊക്കെ പിന്നെ വേറെ അല്ലേ. സഹോദര, ഒളു എന്തിനാ എടുക്കണം? എന്താ ഒളു? എന്താ ഒളുവെടുത്താൽ കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്കറിയോ? ഒളുവെടുത്ത അള്ള തരുന്ന പ്രതിഫലം നിനക്കറിയോ? മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി ഇറങ്ങി വന്നു. മുത്തുനബിയുടെ മുന്നിൽ ഒരു സിംഹാസനം കൊണ്ടുവന്നിട്ടു. അതിന്റെ മുകളിൽ കയറിയിരുന്നു. ചിറക് കൊണ്ട് ഭൂമിയിൽ അടിച്ചു. അവിടെ നിന്ന് വെള്ളം പൊട്ടി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറഞ്ഞു ഒളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ. എന്നിട്ട് കാണിച്ചു കൊടുത്തു. ഒളുവെടുക്ക് നബിയെ. ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഒളുവെടുത്ത് കാണിച്ചു. എന്നിട്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, എങ്ങനെ ഒളുവെടുക്കേണ്ടതെന്ന് കണ്ടു പഠിച്ചോണം. മുത്തുനബി കാണിച്ചു കൊടുത്തു ഒളുവെടുക്കാൻ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞെന്തെന്നറിയോ? ഞാൻ ഒളുവെടുത്തതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളുവെടുത്ത അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യ ഒറ്റ ഒളു മതി സ്വർഗത്തിൽ പോകാൻ. ഒരുപാടൊന്നും വേണ്ട. നീ ഹൗലിന്റെ കരയിൽ നിന്നിട്ട് നീ ഒളുവെടുക്കുമ്പോ കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപം, വാ കഴുകുമ്പോ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പാപം, മുഖം കഴുകുമ്പോൾ, നിന്റെ കണ്ണ് കഴുകുമ്പോൾ, നിന്റെ ചെവി കഴുകുമ്പോൾ, നിന്റെ കാല് കഴുകുമ്പോ ഒറ്റ ഒളു കൊണ്ട് അള്ളാഹു നിന്നെ ഉമ്മ പ്രസവിച്ചതുപോലെ മാറ്റാ. എന്തിനാ ഒളുവെടുക്കണേ? ആരെ കാണാനാ? അള്ളാനെ കാണാനല്ലേ ഒളുവെടുക്കണേ? എന്താ മനസ്സിലാക്കാത്ത? നീ ഒളുവെടുക്കുന്നത് നിന്നെ പടച്ച റബ്ബിനെ കാണാൻ വേണ്ടിയാ നീ ഒളുവെടുക്കണേ. അതുകൊണ്ട് ഒളുവെടുക്കുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും ആ മഴത്ത വെള്ളത്തുള്ളിക്കകത്ത് നിന്നെ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ടാ നിന്നെ പള്ളിക്കകത്ത് കയറ്റുന്നേ. അള്ളാന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടു നിർത്തുന്നത്. സഹോദര, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒളുവെടുക്കുമ്പോ നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഓർമ്മ നിനക്ക് വേണം. ആ ഒളുവെടുക്കുന്ന സമയത്ത് ഈ ചിന്ത നിനക്ക് വേണം. ഞാൻ എന്നെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനാ, എന്നെ പടച്ച അള്ളാനെ കാണാനാ ഞാൻ ഒളുവെടുക്കുന്നേ. അപ്പൊ ഈ ഒളുവ് ശരിയായാൽ എന്റെ പാപങ്ങളാ കഴുകിക്കളയുന്നേ. ഈ ചിന്തയോടുകൂടി വേണം ഒളുവെടുക്കാൻ. ഈ ചിന്തയോടുകൂടി വേണം ഒളുവെടുക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോ ഒളുവെടുത്താലും സൂക്ഷ്മതയോടുകൂടി ഒളുവെടുക്കണേ. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ? ഹൗദിന്റെ കരയിൽ നിൽക്ക്. സമാധാനത്തോടുകൂടി ആരെങ്കിലും ഒളുവെടുക്കുന്നത് കണ്ടാൽ അവനിൽ ഈമാനുണ്ടെന്നാണ്, ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, മലക്കുകൾ സ്നേഹിക്കുന്ന ദുആ ചെയ്യുന്ന സ്വർഗ്ഗത്തിൽ കൈപിടിച്ച് കൊണ്ടുപോകുന്ന വിഭാഗമാകണോ? ഒളുവോടുകൂടി നടക്കണേ, ഒളുവോടുകൂടി ഉറങ്ങണേ, ഒളുവോടുകൂടി
കൂടി ഉറങ്ങുന്ന സമയത്ത് ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങാവോ? കാരണം എന്തെന്നറിയുമോ? ഒരാൾ ഒതുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. നീ ഉറങ്ങുമ്പോൾ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ, ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ. നീ ഉണരുന്നത് വരെ മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഒരു മലക്ക് നേരം വെളുക്കുന്നത് വരെ, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറങ്ങുമ്പോ ഒന്നുവെടുത്തിട്ട് കിടക്കണം, മരിക്കുമ്പോ ഒന്നുവെടുത്തിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുമ്പോഴും ഒന്നുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. കൂടി മരിച്ചാൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. വിവിഐപിയുടെ മരണമാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ രണ്ട്, എപ്പോഴും നിന്നെ കൊണ്ട് കഴിയുന്ന സമയങ്ങൾ മുഴുവനും നീ ഒളുവോടുകൂടി നടക്ക്. രണ്ട്, ഒളുവോടുകൂടി കിടന്നുറങ്ങ്. മൂന്ന്, ഒളുവോടുകൂടി മരിക്കാൻ ആഗ്രഹിക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മൂന്നാമത്തെ വിഭാഗമാരാ, ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ സ്വലാത്ത് കൊണ്ട്, ഈ സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ തമ്പുരാനെ. മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരൊറ്റ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രവാചകൻ ചിരിക്കുന്നത് കണ്ടപ്പോ അടുത്ത് കിടന്ന ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കുന്നേ? എന്തിനാ നബിയെ ചിരിക്കുന്നേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മുത്തുനബി അവിടുന്ന് പറഞ്ഞു, മുത്തുനബി അവിടുന്ന് പറഞ്ഞു, റഅയ്തു ഫിൽ ജന്നതി ബാരിഹ വസമിഅ സൗത ഖാരിഅ. റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കാനുള്ള കാരണം മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ സ്വർഗ്ഗം കണ്ടു, ഞാൻ സ്വർഗ്ഗം കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ സ്വർഗ്ഗം കണ്ടു. ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആരോ ഖുർആൻ ഓതുന്നുണ്ട്. അള്ളാന്റെ റസൂലിന് അത്ഭുതമായി, ആരാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഇരുന്ന് ഖുർആൻ ഓതുക? സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നവൻ ആരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ മലക്കുകൾ വിളിച്ചു പറയുന്നു, നബിയേ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ. മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി, എന്റെ സ്വഹാബിയോ, എന്റെ ഹാരിസയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ ഹാരിസാണ്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാവർക്കും അറിയാ നബിയെ. കാരണം എന്തെന്നറിയുമോ? നാളെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരന് മലക്കുകൾ പരിചയപ്പെടാനുള്ള കാരണം ഈ ചെറുപ്പക്കാരന് നാളെ അള്ളാഹു സ്വർഗ്ഗത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കും. അതുകൊണ്ടാണെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി
അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു കൊട്ടാരം. രണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. ഈ രണ്ട് പ്രതിഫലം വേണമെന്നുള്ളവർ കൈവക്ക്. ഞാൻ പറയും പോകും ഇൻഷാ അല്ലാഹ്. വേണ്ടവര് മാത്രം പൊക്കിയാൽ മതി. പൊക്കടി നോക്കട്ടെ. ഉസ്താദെ, സ്വർഗത്തിലൊരു കൊട്ടാരവും വേണം, സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും വേണം. എന്നെ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണവും വാങ്ങിച്ചു കഴിക്കണം. ആഗ്രഹണ്ട കൈവക്കിക്ക്. ഒന്ന് എഴുന്നേറ്റ്. ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ്. കൈയൊന്നും പൊക്കണ്ട, എഴുന്നേറ്റാ മതി. സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ ഉണ്ട്. ആ പൊക്ക് വലിച്ചില്ല. എഴുന്നേക്ക്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എഴുന്നേക്ക്, നിക്കിപ്പ. 2 മിനിറ്റ് നിക്ക്. എഴുന്നേറ്റ്. രണ്ടുപേരും എഴുന്നേറ്റ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കല്ലേ. നിക്ക്. 2 മിനിറ്റ് നിക്ക്. നിങ്ങളുടെ വീട്ടിൽ വാപ്പയോ ഉമ്മയോ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ആരെങ്കിലും വാപ്പായും ഉമ്മായി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവർ കൈവക്ക്. മനുഷ്യൻ എന്തിനെ പേടിക്കണം? അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്തതാ. എന്തിനാ ഈ 2 പ്രതിഫലം അല്ലാഹു കൊടുത്തത്? എന്തിനാ? മാതാപിതാക്കളെ സ്നേഹിച്ചതിന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്കും കിട്ടുമോ? കാരണം എന്റെ വാപ്പാനെ ഉമ്മാനെ എനിക്ക് ഇഷ്ടമാ, എന്റെ മാതാപിതാക്കളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, അല്ലാഹു ഈ 2 പ്രതിഫലം ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള കാരണം 3 നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു. നമുക്കില്ലാതെ പോയ, ഈ കൈവക്കിയ മക്കൾക്കില്ലാതെ പോയ 3 നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു. ഈ 3 ഗുണം നമുക്കുണ്ടോ? നമുക്കും അല്ലാഹു ഈ പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്കുണ്ടോ നോക്കിയാൽ മതി. ഈ പറയുന്ന നല്ല 3 ഗുണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണങ്ങൾ എന്താണ്? മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുള്ളവരാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നും നമ്മൾ കൊതിക്കുന്നവരാണ്. ഇന്നും നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയുമോ? കാന യുതഇമുഹാ ബിയദിഹി, കാന യുതഇമുഹാ ബിയദിഹി. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് അങ്ങോട്ട് ഉമ്മയ്ക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വഹാബിക്കുണ്ടായിരുന്ന 1ാമത്തെ ഗുണമെന്തേ? ഉമ്മായിക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാനുള്ള കൊതി കൊണ്ടാ ഒന്ന് കൈവക്കിക്കും. എന്താ പേടിക്കണത്? ജീവിതത്തിൽ ഒരിക്കൽ, ഈ ദിവസം വരെ ഒരിക്കലെങ്കിലും ഉമ്മായിക്കും വാപ്പായിക്കും ഒരു വെട്ടമെങ്കിലും ഒന്ന് ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടാ? കൈവക്കുപ്പ, കാണട്ടുപ്പ. എവിടെ പോയി കയ്യൊക്കെ? അള്ളാന്റെ സ്വർഗത്തിൽ കൊട്ടാരം നിനക്ക് ഓസിന് കിട്ടുമെന്ന് വിചാരിച്ചോ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം, പൊരിച്ച മീൻ, പൊരിച്ച മീനിന്റെ കരള് നിനക്ക് ഓസിന് അല്ല തരുമെന്ന് കരുതിയോ? പെറ്റ തള്ളക്ക് നീ നാലിച്ചയ്ക്ക് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ ഉമ്മ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, ആ പാപത്തിന്റെ വായിൽ ഒരു വെട്ടം പോലും നിന്റെ ഈ ആയുസ്സിൽ നിനക്ക് അല്ലാഹുവേ ഒരു ഉരുള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ജീവിക്കണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊന്ന് ചിന്തിക്കില്ലേ, എവിടെ ഈ കിളവനും കിളവിക്ക് നീ കോടി കൊടുക്കാത്തതിന്റെ ഉഴപ്പ് കൂടെയുള്ളൂ അല്ലേ?
ഇവർക്കിനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എവിടെ സമയം? പെറ്റ തള്ളയെയും ഉമ്മയെയും വാപ്പയെയും നോക്കാൻ തന്നെ സമയമില്ല, തിരിഞ്ഞു നോക്കാൻ സമയമില്ല, ഭക്ഷണം കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദ് കണ്ണിന് കാഴ്ച കുറയുന്ന ഉസ്താദില്ലേ? കണ്ണിന് കാഴ്ച. എടാ ചങ്ങാതി, നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു വേണോ? ഹോസ്പിറ്റലല്ല പോണ്ടേത്, വീട്ടിൽ ചെന്നിട്ട് ഉമ്മാടെ മുഖത്ത് നോക്കിയിരുന്നാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാടെ മുഖത്ത് പോയി നോക്കിയിരിക്ക്, പറ്റതള്ളയുടെ മുഖത്ത് നോക്കിയിരിക്ക്, കണ്ണിന്റെ കാഴ്ച പോകൂല. ഇബാദത്തിന്റെ കൂലിയാ ഉമ്മാടെ മുഖത്ത് നോക്കുന്നത്, ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്നത്, ഉമ്മയുടെ 2 കവിളുകൾക്കിടയിൽ, ഉമ്മയുടെ 2 കണ്ണുകൾക്കിടയിൽ ഉമ്മ വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്തേ നിനക്ക് പറ്റാതെ, എന്തേ നിനക്ക് സാധിക്കാതെ പോയി? ഉമ്മയുടെ വായിലേക്ക് ഊരുള്ള ഭക്ഷണം മാറി വെക്കാൻ നിനക്ക് സമയമില്ലാതെ പോയി. എന്റെ പെങ്ങന്മാർക്ക് സമയമില്ലാതെ പോയി. അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. ആ ഉമ്മാടെ കാഴ്ചവെട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ആ ഉമ്മാടെ കാഴ്ചവെട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ഉപ്പ അല്ലേ സ്വർഗത്തിന്റെ മധ്യ കവാടം? നീ എങ്ങനെ രക്ഷപ്പെടും? ഉമ്മയുടെ കാഴ്ചവെട്ടിൽ സ്വർഗം, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇന്നെങ്കിലും വീട്ടിൽ പോയിട്ട് നാളെയെങ്കിലും എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരൽപ്പം ഭക്ഷണം വാരി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കോ? വാരി കൊടുക്കോ? നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അതിനും മനസ്സില്ല, നീ പൊക്കണ്ട. നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ, നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെ. നിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ കയ്യും കെട്ടി. അവര് മരിക്കാൻ കിടക്കുമ്പോ വെള്ളം പോലും ഒഴിച്ചു തരാൻ ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് കാന യുത്ഇമു ബിയദിഹി, ആ സ്വഹാബി തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. രണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ആയിഷ, ഞാൻ വിശദീകരിക്കുന്നില്ല, മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു? രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ ആ ചെറുപ്പക്കാരന്റെ ശബ്ദം ഉയരാറില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയൂല. ഇന്ന് ചേന്നല്ല വിളിക്കണേ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത്. ആരോട്? മാതാപിതാക്കളോട്. എന്നാ നമ്മൾ ഇന്ന് വിളിക്കണ വിളിയോ? അള്ളാഹുവേ, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന കിളവി, അടങ്ങി ഒതുങ്ങി ഇവിടെ കാണാൻ കടന്നോണം എന്ന് വരെ ഉമ്മായെ പറയാ, വാപ്പാനെ പറയാ. മാതാപിതാക്കളെ